സഹോദരങ്ങളെ, കുറച്ച് നാളായി ഞാൻ വീഡിയോയിൽ വന്നിട്ട്. കാരണം പ്രശ്നങ്ങൾ കൊണ്ടാണ്. അത് വേറൊന്നുമല്ല. രാഷ്ട്രത്തെയും മതത്തെയും നമ്മൾ ഓരോന്ന് വ്യാഖ്യാനിച്ച് പറയുമ്പോൾ ഓരോരുത്തർ ശത്രുത പുലർത്തി മുന്നോട്ട് വരും. അതൊന്നും പേടിക്കുന്നില്ല. എങ്കിലും അല്പം സമയമെടുത്തൊരു വീഡിയോ ചെയ്യാമെന്ന് കണ്ടു. അതുകൊണ്ട് ഇപ്പോൾ സമയം കിട്ടി. എന്നാൽ ഞാൻ ഒരു കാര്യം ക്രിസ്തീയ മതവിശ്വാസികളോട്, അതായത് ക്രിസ്തുമതത്തിലെ പുരോഹിത വർഗത്തോടും അല്ലാത്ത മതവിശ്വാസികളുടെ കൂട്ടത്തിലുള്ള നേതാക്കളായ ഉപദേശിമാരോ അല്ലെങ്കിൽ പ്രവാചകന്മാരോ ആരെങ്കിലും ആയിക്കോട്ടോ അവരോടൊക്കെയാണ് ഇന്ന് എനിക്ക് ചോദിക്കാനുള്ളത്. പ്രത്യേകിച്ച് ഇന്ന് ആദ്യം ചോദിക്കുന്നത് ക്രിസ്തുമതത്തിലെ പുരോഹിത വർഗത്തോടാണ്. അതായത് വിശ്വാസികളെ, നിങ്ങൾ ബൈബിൾ വായിച്ചിട്ടുണ്ടാവും, എന്നാലും ഇല്ലെങ്കിലും പുതിയ നിയമം എടുത്തത് വായിക്കണം. ഇന്ന് ഓർത്തഡോക്സ് സഭ മാത്രമല്ല, പുരോഹിത വർഗം മുഴുവൻ കുർബാന, മാമോദീസ, വിവാഹം, ശവസംസ്കാര ശുശ്രൂഷ എല്ലാം ഓരോ സഭയും അവരുടേതായ ഇഷ്ടത്തിനനുസരിച്ച് നടത്തുന്നു. എങ്കിലും എനിക്കൊരു ചോദ്യം, ഇത് പുരോഹിത വർഗമാണ് നടത്തുന്നത്, അതിനെല്ലാം കൈമടക്ക് കൊടുക്കണമെന്നുള്ള വേറൊരു കാര്യം, അത് പോട്ടെ. എന്നാൽ എനിക്കൊരു കാര്യം ചോദിക്കാനുള്ള, ഈ പുരോഹിത വർഗത്തിനോട് ഏത് കാലത്ത് അല്ലെങ്കിൽ ദൈവം യേശു ക്രിസ്തു ലോകത്തിൽ വന്ന് ആ സമയത്ത് നിങ്ങളോട് ഒന്നും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അത് കഴിഞ്ഞാണെങ്കിലും ഒരു സെറാഫീം എന്ന് പറഞ്ഞ ബാംഗ്ലൂർ ഭദ്രാസനാധിപനായിരുന്ന സെറാഫീം മെത്രാപ്പോലിത്ത, അദ്ദേഹം ഇപ്പം തുമ്പോൺ ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പോലിത്തയാണ്. അദ്ദേഹം മാത്രം പറഞ്ഞു, അതായത് പാപമോചനം അപ്പോസ്തലന്മാരിൽ നിന്ന് ഞങ്ങൾക്ക് കൈമാറി കിട്ടിയതാണെന്ന്. ഏത് അപ്പോസ്തലനാണ് എൻ്റെ സെറാഫീം? വേണ്ട, നിങ്ങൾ പാപമോചനം മാത്രം, അതിൻ്റെ കൂട്ടത്തിൽ വേറെ ദൈവം പറഞ്ഞിട്ടുള്ളപ്പോൾ അപ്പോസ്തലന്മാരെ പറഞ്ഞു വിട്ടപ്പോൾ, അതായത് മരിച്ചവരെ ഉറപ്പിക്കുക, രോഗികളെ സൗഖ്യമാക്കി, ഇതൊക്കെ പ്രയാസമാണ്. പാപമോചനം എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ കുമ്പസാരം ഒപ്പിച്ചിട്ട് അതിൻ്റെ രഹസ്യം അറിഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തി അവരെ അണ്ടറാക്കി വീണ്ടും കാര്യങ്ങൾ സാധിക്കുന്നു. എന്നാൽ പാപമോചനം കിട്ടിയെന്ന് നിങ്ങളങ്ങ് പറഞ്ഞു കഴിയുമ്പോൾ വിശ്വസിക്കുകയും ചെയ്യും. കിട്ടിയോ? നിങ്ങൾക്ക് പാപമോചനം കൊടുക്കാൻ അധികാരമുണ്ടോ? വേണ്ട. ഇതൊക്കെ നിങ്ങൾക്ക് ആര് നിങ്ങളെ പരമേൽപ്പിച്ചു? ശവസംസ്കാര ശുശ്രൂഷ നിങ്ങളെ ഏൽപ്പിച്ചതാണോ? എങ്കിൽ അന്ന് യോഹന്നാൻ സ്നാപകൻ കാരാഗൃഹത്തിൽ കിടന്ന് തൻ്റെ മകളുടെ ആവശ്യപ്രകാരം അമ്മയുടെ അടുത്ത് എന്ന് ചോദിച്ചപ്പോൾ ഫിലിപ്പോസിൻ്റെ ഭാര്യയാണെന്ന് എൻ്റെ ഓർമ്മ പറഞ്ഞു, യോഹന്നാൻ സ്നാപകൻ്റെ തലയിൽ തരണമെന്ന് രാജാവിനോട് ആവശ്യപ്പെട്ടു. രാജാവ് സന്തോഷം കൊണ്ട് അവളോട് പറഞ്ഞ്, നീ എന്ത് ചോദിച്ചാൽ തരാമെന്ന്. ആ യോഹന്നാൻ സ്നാപകൻ്റെ തലയറച്ചിട്ട് അന്ന് പുരോഹിതവർഗം അവിടെ ഇല്ലായിരുന്നു. അവിടെ നിങ്ങൾ ആരാണ് പോയി ശവസംസ്കാരം നടത്തിയത്? വേണ്ട. ആദ്യത്തെ രക്തസാക്ഷി സ്തേഫാനോസ്, ആ സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊന്നത് പിന്നീട് അപ്പോസ്തലനായ പൗലോസ് ആയ യഹൂദനായ ശൗലിൻ്റെ കൂട്ടുകാർ, ശൗലിൻ്റെ കൂടെ വന്നവർ സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊന്നു. ആരാണ് സ്തേഫാനോസിനെ അടക്കാൻ ചെന്നത്? നിങ്ങളായിരുന്നു. നിങ്ങൾ എത്ര പുരോഹിതന്മാരുണ്ടായിരുന്നു? അന്നത്തെ കാലത്ത് ദൈവമുണ്ട്. ഈ ലോകത്ത് ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾക്ക് വല്ലോ ഇത് പറഞ്ഞു തന്നോ നിങ്ങളോട് ഇത് ചെയ്യണമെന്ന്? വേണ്ട. കുർബാന തന്നെ. നിങ്ങളിപ്പം
വലിയ ഇത് ദൈവം പറഞ്ഞത് എൻ്റെ ആലയം സർവ്വജാതികൾക്കുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കുമെന്നാണ്. എന്നാൽ നിങ്ങളത് നിങ്ങളുടെ ഇഷ്ടത്തിൽ കുർബാന, ആ കുർബാന ദൈവം മാളിക മുറിയിൽ തൻ്റെ ശിഷ്യന്മാരുമായിട്ട് ഇരിക്കുമ്പോൾ അപ്പവും വീഞ്ഞും മാറ്റി അവർക്ക് കൊടുത്തു. എന്നിട്ട് അവരോട് നിങ്ങൾ ഇത് ഭക്ഷിപ്പീൻ, ഇത് പാനം ചെയ്യുവീൻ എന്ന് പലതും പറയുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, ഞാൻ വരുവോളം നിങ്ങളിത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. നിങ്ങൾ പുരോഹിത വർഗത്തിനോടാണോ പറഞ്ഞത്? ഞാൻ ചോദിച്ചോട്ടെ, യേശു ക്രിസ്തു ലോകത്തിൽ ജനിച്ചിട്ട് ഏതെങ്കിലും ഒരു പുരോഹിതൻ, ഏതെങ്കിലും ഒരു മെത്രാൻ യേശു ക്രിസ്തുവിൻ്റെ ജന്മ സ്ഥലത്ത് പോയോ? അല്ലെങ്കിൽ ക്രൂശിൽ പോയപ്പോൾ മരിക്കാൻ കാരണം നിങ്ങളെ കൊള്ളാത്ത പുരോഹിതവർഗമാണ്, മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും. അന്ന് വരെ യേശുവിൻ്റെ പുറകെ ഭക്ഷിച്ചു പാനം ചെയ്തു, അത് അപ്പം നുറുക്കിക്കൊടുത്ത് ഭക്ഷിച്ചു. അവൻ്റെ ഉപദേശം കേട്ട് നടന്ന വിശ്വാസികളെ പോലും ഈ പുരോഹിത വർഗം കയ്യിലെടുത്തു. അവരെ കൊണ്ട് യേശുവിനെ ക്രൂശിക്കാനായിട്ട് വിളിച്ചു പറയിപ്പിച്ച പുരോഹിത വർഗമേ, നിങ്ങളെ ആരാണ് ഈ എല്ലാ കാര്യങ്ങളും പരമേൽപ്പിച്ചത്? ഏത് അപ്പോസ്തലനാണ്? ഒരു അപ്പോസ്തലൻ കേരളത്തിൽ വന്നായിട്ടുള്ളൂ. ആ അപ്പോസ്തലൻ ഇവിടെ എന്ത് ചെയ്തു എന്നുള്ള റെക്കോർഡ് പറ. ഇവിടെ പള്ളികൾ സ്ഥാപിച്ചു, എത്ര മെത്രാന്മാരെ വായിച്ചു, എത്ര പുരോഹിതന്മാരെ വായിച്ചു. അന്നത്തെ കാലത്ത് ആരും മരണം അടഞ്ഞില്ല. ഇവിടെ എത്ര പേരെ കുഴിച്ചിട്ടു, ശവസംസ്കാര നടത്തി. നിങ്ങളിതെല്ലാം പിടിച്ചു മേടിച്ചിട്ട് നിങ്ങൾ ലോകത്തെ മനുഷ്യരെ മാത്രമല്ല, നിങ്ങൾ ദൈവത്തെ അറിയുന്നില്ല. കാരണം അന്നും അതാ സംഭവിച്ചത്. അന്ന് ദൈവം ക്രിസ്തു ലോകത്ത് ജനിച്ചുവെങ്കിലും ക്രിസ്തുവിൻ്റെ ഒരു കാര്യം പോലും നിങ്ങൾക്കറിയത്തില്ലായിരുന്നു. കാരണം ക്രിസ്തുവിൻ്റെ കൂടെ നിങ്ങൾ പോയില്ല. ക്രിസ്തു പറഞ്ഞതെല്ലാം തൻ്റെ കാര്യം, മരണവും ഉയർത്തെഴുന്നേൽപ്പും തനിക്ക് വരാൻ പോകുന്ന കാര്യങ്ങളും എല്ലാം പറഞ്ഞ ശിഷ്യന്മാരുടെ അടുത്താണ്. അത് നിങ്ങൾക്കറിയത്തില്ലായിരുന്നു. നിങ്ങൾ ചിന്തിച്ചു, ഈ നാശത്തെ ക്രൂശിച്ച് കൊന്നു കഴിഞ്ഞാൽ ഇവൻ തീർന്നു, പിന്നെ ജനങ്ങളുടെ നമ്മുടെ പുറകെ നടന്നോളും പഴയതുപോലെ. അതാണ് ഇന്നും പുരോഹിതന്മാർ ചിന്തിക്കുന്നത്. നടക്കും മക്കളെ, അത് തന്നെയാണ്. ആ പഴയ കാലത്തെ പോലെ ബൈബിളിൽ പലതും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും കഴിപ്പിച്ചും ഇന്ന കാലത്തെ പോലെ ആകുമെന്ന്. ഇനിയും അത് തന്നെ നടക്കത്തുള്ളൂ. കർത്താവിൻ്റെ നാമത്തെ വരവെങ്കിൽ പുരോഹിതവർഗത്തിൻ്റെ പുറകെ തന്നെ വിശ്വാസികൾ പോകും. അവരാരും ദൈവത്തെ അറിയുന്നില്ല, ദൈവത്തിൽ വിശ്വസിക്കുന്നുമില്ല. അവർ വിശ്വസിക്കുന്ന മുഴുവൻ പുരോഹിതവർഗത്തിലാണ്. കാരണം സെറാഫീമിനെ പോലെയും കൊള്ളക്കാരനും കൊലപാതകയുമായ കാതോലിക്കയെ പോലെയും ഉണ്ടക്കാണൻ യൂലിയോസ്, സ്വന്തം സഹോദരൻ എവിടെന്ന് ചോദിച്ചാൽ കായനും അവൻ്റെ സംഭവം പോലെയാണ് ഉണ്ടക്കണ്ണനും യൂലിയോസും അവൻ്റെ സഹോദരനുമായിട്ടുള്ള പ്രശ്നം. ഇതൊക്കെ നിങ്ങൾ വിശ്വാസികളെ നിങ്ങൾ മനസ്സിലാക്കുവിൻ. നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കണ്ട. നിങ്ങൾ കഷത്തിക്ക ബൈബിൾ വെച്ചുകൊണ്ട് നടന്നാൽ പോരാ, അത് കയ്യിൽ വെക്കണം. അത് ആവശ്യമുള്ളപ്പോൾ തുറന്നു നോക്കണം. ഞാൻ എങ്ങോട്ടാണ് പോകുന്നത്, എൻ്റെ പോക്ക് എങ്ങോട്ടാണ്, ഞാൻ ഇങ്ങനെ പോയാൽ എവിടെ ചെന്ന് ചേരുമെന്ന് ബൈബിൾ തുറന്നു നോക്കണം. അത് കഷത്തി വെച്ചാൽ പോരാ. അതാണ് ഞാൻ നിങ്ങളോട് പറയാറുള്ളത്. നിങ്ങളുടെ ഇഷ്ടം പോലെ ആകുവിൻ. ബൈബിളിൽ പറഞ്ഞ ഒരു വാക്ക് പോലും വ്യത്യാസം വരാതെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അത് ബാക്കിയൂടെ സംഭവിക്കും. ഇന്ന് നമ്മൾ കാണുന്നു, എനിക്ക് എൻ്റെ എന്ന ചിന്താഗതിയാണ് എല്ലാവർക്കും. സ്വാർത്ഥത. വേറൊരാളെ നോക്കണമെന്നില്ല, വേറൊരാളുടെ കാര്യം. അവിടെ മരിക്കാൻ കിടന്നാൽ ആ നല്ല ശമരിയാക്കാരനിൽ പറഞ്ഞ പോലെ ആ പുരോഹിതൻ കണ്ടോച്ച് മാറിപ്പോയതുപോലാണ് ഇന്നത്തെ ജനങ്ങളും. ഞാൻ ഉൾപ്പെടെ ഒരാൾ മരിക്കാൻ കിടന്നും വെട്ടേറ്റ് കിടക്കുന്ന കണ്ടാൽ നോക്കത്തില്ല. അവിടെ കിടക്കട്ടെ, എനിക്കെന്ത് കാര്യമെന്ന് ചോദിക്കും. ഇതാണ് ഇന്നത്തെ ലോകം.
വരാനിരിക്കുന്ന ആപത്തുകൾ വിപത്തുകൾ എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ സ്വയം നേരെയാകുക, നീതിപൂർവ്വം ജീവിക്കുക, മറ്റുള്ളവനെ ദ്രോഹിക്കാതെ 10 പൈസ ജോലി ചെയ്തുണ്ടാക്കി നമ്മൾ വേർപ്പോടുകൂടി അപ്പം ഭക്ഷിക്കുക. ഇന്നതല്ല നമ്മുടെ ഉദ്ദേശം. രാഷ്ട്രീയത്തിൻ്റെയും മതത്തിൻ്റെയും പുറകെ പോയി ഉടുപ്പിന് ഒരു പൊടി പോലും പെടാതെ വൈകിട്ട് വിറ്റിട്ടം കിട്ടുന്നതുകൊണ്ട് ജീവിച്ചാൽ മതി എന്നുള്ളതാണ് നല്ല കാര്യം. സഹോദരങ്ങളെ, നിങ്ങൾക്ക് മെത്രാന്മാരാവശ്യത്തിനുണ്ട്, പുരോഹിതന്മാരുണ്ട്. അവരുടെ ഗുണദോഷം കേട്ട് അഡ്വൈസ്, ഗുണദോഷം എന്ന് വേണ്ട, അവർ നിങ്ങളെ എല്ലാം പറഞ്ഞു പഠിപ്പിക്കുക. അത് കേട്ട് നിങ്ങൾ ജീവിക്കും. ഇന്ന് സെറാഫിയും ഒരു പ്രസംഗം നടത്തി. നമ്മുടെ മരിച്ചുപോയ തിരുവേനിയെക്കുറിച്ച്, അതായത് പണ്ടത്തെ ജോർജ് അച്ഛൻ ഓസ്താത്യോസ് തിരുവേനിയെക്കുറിച്ച്. ഇവനൊക്കെ അവരുടെ പേരെടുക്കാനുള്ള എങ്ങനെ ഇത് വന്നു? ആ ഓസ്താത്യോസ് തിരുവേനി ഈ കാലയളവിൽ ജീവിച്ച് 10 പൈസ പോക്കറ്റില്ലാതെ കിട്ടുന്നത് ഓരോരുത്തർക്ക് കൊടുത്ത് ദാനം ചെയ്ത് സഹായിച്ചു. ഇവനൊക്കെ ഓസ്താത്യോസിന് വേണ്ടി പോയ പോക്കാണോ? സെറാഫിം നടക്കുന്നത് ഉദ്ഘാടനം ചെയ്യാൻ. ഓസ്താത്യോസിന് വേണ്ടി എത്ര സ്ഥലത്ത് ഉദ്ഘാടനം ചെയ്യാൻ പോയിട്ടുണ്ട്. സെറാഫിം മുടക്കെ വന്നു ഹോട്ടലിൽ YMCA പ്രവർത്തനോദ്ഘാടനത്തിന്. നീയൊക്കെ ഉദ്ഘാടനവും പെരുന്നാളും ആഘോഷങ്ങളും മുത്തപ്പനെ പൊക്കി നടന്നു. നിങ്ങൾക്ക് ദൈവത്തെ അല്ല അറിഞ്ഞിട്ട് നിങ്ങൾ വിശ്വാസിയുടെ അന്ധവിശ്വാസത്തിലേക്കും എല്ലാം നയിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ അനീതിയുടെ പുത്രന്മാരാകുന്നു.